ഹലോ, നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഞാൻ ഇന്നൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നതാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. പേരെന്നല്ല, കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നൊരു പർപ്പസായിട്ട് പോകുന്നത്. എനിക്ക് എന്ത് ചെയ്യാനും ആരെങ്കിലുമൊക്കെ ഒരു കൂട്ട് വേണം. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ലല്ലോ. അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ നടത്താൻ പോവാണേ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങി. എത്ര നാളായി കണ്ടിട്ട്? കുറേ ആയി പ്ലാൻ ചെയ്ത് വെച്ച് നടന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കണ്ടത്. എത്ര വെയിലത്ത് മാക്കെന്ന് നടക്കുവാണ് നമ്മൾ രണ്ടു കൂടി. എവിടേക്കോ കൊണ്ടുവന്നു അല്ല, കണക്കൊന്നുമില്ലാണ്. പക്ഷെ ഇവിടെ മൊത്തം മര്യാദ എന്റെ ഉച്ചയ്ക്ക് ലീവ് അടുപ്പിച്ച് എവിടേക്കോ കൊണ്ടുവന്ന് ഇറക്കി. വഴി അറിയാതെ ഞാൻ എങ്ങോട്ടേക്കോ കയറിപ്പോയി. അതായത് ഞാൻ വിചാരിച്ചത് ഈ സമയത്ത് ഇവിടെ എന്തൊരു തിരക്കല്ലേ, ഇത്രയും ആൾക്കാർ, നമുക്ക് ഇരിക്കാനൊരു സ്പോട്ട് കിട്ടുന്നില്ല. ഭയങ്കര വെയിൽ, എവിടെ ചെന്നിരിക്കാനാ? പക്ഷെ എനിക്കൊന്ന് പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു. പഠിക്കുന്ന പിള്ളേരുണ്ട്, ഫ്രണ്ട്സുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ വരാനാണ് ഞാൻ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. വേറൊന്നല്ല, ജസ്റ്റ് കാമായിട്ടൊക്കെ ഇവിടെ വന്നിരിക്കണം, ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ നടക്കുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും റിലാക്സ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹം. പാവം. മാഡം, ശരിക്കും നീ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ വന്നേ? ചോറ് സാമ്പാർ അത്രേ ഉള്ളൂ. ഞാൻ വെച്ച് എന്തൊക്കെയോ വെച്ചിട്ടാ വന്നത്. കണ്ടോ, 2 സ്ട്രോ കിട്ടാ കുടിക്കുന്നേ. കൈ വയ്ക്കൂ. അപ്പോൾ ഒറ്റയ്ക്ക് വരാനായിട്ടൊരു മൂഡുണ്ടായിരുന്നില്ല. പക്ഷെ വിചാരിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഒത്തുകിട്ടി. അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് എന്താണെന്നൊന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് ആദ്യം ചെയ്തത് ഫുഡ് കഴിക്കുവാണ് കേട്ടോ. ഇവിടെ സൂ എൻട്രിയുടെ അവിടെ ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു. ഇനി എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം. ഐസ്ക്രീം കഴിക്കുന്ന ജീവിയെ കണ്ടിട്ടുണ്ടോ? ഐസ്ക്രീം കഴിക്കാത്ത. ബിരിയാണി കഴിച്ചു. ഇനി എവിടെയെങ്കിലും ചെന്നാൽ കുറച്ച് ഇരിക്കണം. അയ്യോ, ഇവിടെ അല്ല ഐസ്ക്രീം. ഇവിടെ വന്നപ്പം മുതൽ ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഇത്ര നേരം നീ പിന്നെ നിന്ന് കഴിക്കായിരുന്നു, ഇരുന്നല്ലേ കഴിച്ചോണ്ടിരുന്നത്. ഓക്കെ, സെറ്റ്. അങ്ങനെ രണ്ടുപേരും ഉറപ്പിച്ചു. ഒരാൾക്ക് ഉപ്പിലിട്ട ഐറ്റംസ് മാങ്ങ. അയ്യോ, ഉപ്പിലിട്ട ഐറ്റംസ് വാങ്ങാൻ അങ്ങ് പോകണം. നമ്മൾ എന്താ വാങ്ങാൻ പോകുന്നത്? ഉപ്പിലിട്ട് മാങ്ങ മതി. പക്ഷെ ഇപ്പോഴത്തെ ഉപ്പിലിട്ട മാങ്ങയ്ക്കൊരു പ്രശ്നമുണ്ട്, മധുരമാണ്. എവിടെന്നെങ്കിലും നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്ത് ചോദിക്കാം. ടേസ്റ്റ് ചെയ്യാൻ ട്രയലൊക്കെ ചെയ്തിട്ടാണ് ഉപ്പിലിട്ട മാങ്ങ വാങ്ങാൻ പോകുന്നത്. കഷ്ടം, പാവപ്പെട്ട അമ്മച്ചിമാർ ട്രയൽ ചെയ്യൂ. നെല്ലിക്കാണോ? എനിക്ക് വേണ്ട, നിനക്ക് മാത്രമാണ് ഇത് വാങ്ങണം. അപ്പോൾ അവൾ ഷുഗർ കട്ടിലായതുകൊണ്ട് അവൾക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പിലിട്ട മാങ്ങ വാങ്ങാൻ വന്നതാണ്. ഐസ്ക്രീം അത് കഴിഞ്ഞിട്ട് വേണം. വന്നിട്ട് ഞങ്ങൾ കാണാൻ വന്നില്ല തമ്മി, കഴിക്കാൻ വന്നത്. ആക്ച്വലി കണ്ടപ്പോ മുതൽ കഴിപ്പ് മാത്രമേ ഉള്ളൂ. ബിരിയാണി, പിന്നെ ടെൻഡർ കോക്കനട്ട് ഷേക്ക്, ലൈമ്. ശരിയല്ലേ, നമ്മളിപ്പം ആരായാലും മീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മെയിൻ പാർട്ട് ഫുഡിങ് ആയിരിക്കും അല്ലേ? സത്യം. പക്ഷേ ഒറ്റയ്ക്ക് കിടന്ന് കഴിക്കുന്നത് കൂട്ട് കിട്ടി കഴിക്കുന്നത്. പക്ഷെ കഴിപ്പിന് കുറവൊന്നുമില്ല. ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തോടെ ആണെങ്കിലും വീട്ടിൽ ചിലപ്പോൾ റിഗ്രറ്റ് ഇട്ടു, ഇത്രയും കഴിക്കണ്ടായിരുന്നു. പക്ഷെ കഴിച്ചോണ്ടിരിക്കുന്നത് ഓർക്കത്തില്ല, ഒരിക്കലും ഓർക്കത്തില്ല. ഭയങ്കര മറ്റേ ഡയറ്റ് പ്ലാൻ ഇട്ടിട്ട് പറയണ്ടേ, എല്ലാവർക്കും അറിയുന്നുള്ള കാര്യം. എക്സ്ട്രീം ഡയറ്റ് പ്ലാനാണ്. ഇന്ന് ഞാൻ ഡയറ്റ് എടുക്കും. അപ്പോഴായിരിക്കും വല്ല ഹംസി മുക്ബാങ്ങിന്റെ വീഡിയോ എല്ലാം കാണുന്നത്. തീർന്നു.
എനിക്കറിയോ, ഞാൻ അത് തന്നെ അതിട്ടിരുന്ന് കണ്ടിരുന്ന് തിന്നും. അവളും തിന്നും ഞാനും തിന്നും. സഞ്ചരിക്കുന്ന പുസ്തകശാല കൊള്ളാല്ലേ. നമുക്ക് ഇവിടെ കയറി ബുക്ക് നോക്കിയാലോ. നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് സ്ക്രീൻ. നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ എന്താ ആദ്യം ചോദിച്ച ടൊറ കോൺ ചോദിച്ചപ്പോ ഇല്ല. ഞങ്ങൾ ഭയങ്കര അരമുക്കാൽ മണിക്കൂർ ഒന്ന് പ്ലാൻ ചെയ്യും. ഞങ്ങൾക്ക് ഇന്ന ഐറ്റംസ് ആണ് എല്ലാം ഇവിടെ ഇല്ലാതൊന്നും. പിന്നെ എന്ത് വേണം? ഇതിനകത്ത് കയറണം. നല്ല ഭംഗിയുണ്ട്. നീ എന്നെ കൊണ്ട് ഇങ്ങനെ തേരി കയറ്റിക്കുന്ന എന്തിനാ? ഇതാകുമ്പോ നല്ല ഹായ് എന്ത് രസം. എന്താ കണ്ട ഈ വാഴത്തോട്ടത്തോട് എന്തോ തോട്ടങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പോവുക. ആ അപ്പം കോൺ കിട്ടാത്തതുകൊണ്ട് സാധാ കോണല്ല, മറ്റേ കോർണറ്റോ. ആദ്യം പോയപ്പം വായിക്കാൻ പറ്റാത്ത പേരൊക്കെ വായിച്ചെടുത്ത് ഞങ്ങൾ ഇതിനോട് പറഞ്ഞു. അപ്പോൾ അതില്ലാന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് പിന്നെ വേറെന്തോ കേൾക്കാത്ത സാധനം ചെന്നവിടെ പറഞ്ഞു. അപ്പോൾ അങ്ങേര് അതൊഴികെ ബാക്കി എല്ലാം ഉണ്ടോന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ ചോക്കോബാർ. സത്യം പറയട്ടെ, തിന്നാനുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടണം. എന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പൊക്കിയെടുത്ത് എന്തൊക്കെയോ കൊണ്ടുപോയി. ഇതിൻ്റെ അകത്തൂടെ കുളയം പിടിച്ച് നടക്കുന്നു നീ മാത്രം ഉണ്ടാവുള്ളൂ. ശരിക്കും ഇവിടെ വരാൻ വേണ്ടി ഞങ്ങൾ ചുറ്റിക്കിറങ്ങി അവിടെ ഈ വഴി ഇങ്ങോട്ട് കയറി. ശരിക്കും നേരായ വഴി ഉണ്ടായിരുന്നു. നമ്മൾ ഇത് വഴിയാണ് വന്നത്. അല്ല, നമ്മൾ ഫസ്റ്റ് ഇതുവഴി വന്നിട്ട് അവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തോട് ഇതിലേക്കൂടെയൊക്കെയോ വന്ന്. അതാണെങ്കിൽ ഒരു തമാശ അറിയണോ, വിടാൻ പറ്റാത്ത ഏതോ ഒരു വൃത്തികെട്ട ഷൂ ഇട്ടോണ്ടൊന്ന് മുടന്തി നടക്കുക. എക്സ്ക്യൂസ് മീ. അങ്ങോട്ട് നോക്കുമ്പോഴേ പാതി മുക്കാ പേര് ഫോണിലാണ്. ഞാൻ വെച്ച് പാതി മുക്കാലും മാൻ പവർ. നമ്മളെപ്പോലെ കാണണ്ട, ഒട്ടും കാണണ്ട. അവർക്ക് കാറ്റ് എങ്ങനെയാണ് കാണുന്നത്? കാറ്റ് അനുഭവിക്കണ്ട, നീ മനസ്സിലാക്കി കേട്ട്. ഞാൻ ഫീലായിട്ട് പറയുമ്പോൾ നീ വാങ്ങിയ മാങ്ങ തിന്നും അടുത്ത് കളയാൻ പോകുന്ന പോക്കാണ് കാണുന്നത്. പട്ടി ഓടല്ലേ. ഞാൻ ഓടത്തെന്താ അറിയോ, പേടിച്ച് സ്റ്റക്കായി നിൽക്കുക. അവരണ്ടരും അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കി. ഈ പട്ടി അവിടെ നിന്ന് ചീത്ത പിടിച്ചോണ്ട് വന്നതാ. ആവശ്യമില്ലാതെ പറഞ്ഞു ഇല്ലെന്നറിയാം. അങ്ങനെ ദേഷ്യപ്പെട്ട് വന്നപ്പോഴാണ് നമ്മളെ കണ്ടത്. ഇനി പട്ടി എന്താ പറഞ്ഞതെന്ന് കൂടെ പറയും. അത് കേട്ടില്ല നല്ലോണം. എന്തൊക്കെയോ പ്ലാൻ ചെയ്താണ് വന്നത്. അതെ, നടക്കുന്നതല്ലാണ്ട് പക്ഷെ അതൊക്കെ അത് കണ്ടതാണ്ട് ഏറ്റവും നടക്കാൻ വയ്യാത്തൊരു ഷൂവും കൊണ്ട് ഇങ്ങനെ വന്ന്, എന്നിട്ട് കുഴഞ്ഞ് പണ്ടാരം അടങ്ങി വയ്യാണ്ടിരിക്കുക. അത് മാത്രല്ല, എന്താ ആൾക്കാരല്ലേ. 4 മണിയായി. ഈ പട്ടിയാണ് നേരത്തെ വേറൊരു പട്ടിയെ കണ്ടു കുറച്ചത്. അപ്പോൾ വേറൊരു പട്ടി ഇവിടെ വായം തുറന്ന് കുഴയും പിടിച്ച് നോക്കി നിൽക്കുന്നു. ഈ കയ്യിലിരിക്കുന്നത് ഫോണല്ല. ഫോണ് വലിയ ഉപയോഗമൊന്നുമില്ല. എന്തിനാണ് കൊണ്ട് നടക്കുന്നത് അറിയാം. ഞാൻ വിചാരിച്ചത് വേറെ എന്താ പറയാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇന്നലത്തെ കഥ പറയാം. അതായത് ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നു എന്നുള്ള തീരുമാനം എടുത്തിട്ട് കിളി പോയി. നമ്മളെങ്ങനെയാണല്ലോ പിറ്റേ ദിവസം ടൂറിനൊക്കെ പോകണമെന്ന് പറയുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് കിളി പോവല്ലോ. ആ കിളി പോയിട്ട് ഇന്നലെ എന്താ സംഭവിച്ചെന്ന് പറക്കാതെ പറ. അത് ഇവിടെ കാണാൻ വരുവാണല്ലോ, അപ്പോൾ നമ്മൾ ഇച്ചിരി വൃത്തിക്ക് വരണമല്ലോ. ഈ ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ട് എനിക്ക് വെയിറ്റൊക്കെ ലൂസ് ചെയ്ത് അങ്ങനെ ഞാൻ ഭയങ്കര ഡ്രസ്സെല്ലാം ലൂസായപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഷേപ്പൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വെച്ചു. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 10 കണ്ടായി. അപ്പോൾ ഉറങ്ങാനുള്ള പ്രാന്ത് കാരണം ഞാൻ മറ്റേ റൈസ് കുക്കറിലാണ് തലേന്ന് അരി ഇട്ട് ഇതാക്കി വെക്കുന്നത്, ഹാഫ് ബോയിൽ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഞാൻ വെച്ചിട്ട് ഞാനങ്ങ് മറന്നു. രാവിലെ 5 മണി കഴിഞ്ഞിട്ടപ്പോൾ എന്തോ ഒരു സ്മെല്ല്. ആ സ്മെല്ല് വന്ന് നോക്കിയപ്പോഴാണ് കല ഉൾപ്പെടെ ചോറല്ല, അത് അരിയുമല്ല, കരിഞ്ഞ്
പിന്നെ ചോറില്ലാണ്ട് ഇന്ന് വന്നത്. ഫുൾ കരിഞ്ഞ മൊത്തം കരിഞ്ഞ്. കുറച്ചുകൂടെ കഴിയാന്ന് വെച്ചാൽ ഞങ്ങൾ ആ കലത്തിൻ്റെ അടിയിലെ സൈഡിൽ അത്രയും തീ എരിഞ്ഞ് നമുക്ക് ഇനി ഇതിനകത്തൊന്നും പറ്റത്തില്ല. ഇനി തുള വീഴും അതിൻ്റെ അടിയിൽ. ആ രീതിയായി. ആ പാത്രം പക്ഷെ ഹോളുമല്ലോ ഹോള് വീഴാറായി. എത്ര മണിക്കൂറെന്നാലും ചെയ്ത് ഡേഞ്ചർ ആയിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ 10 മണി മുതൽ 5 മണി വരെ അല്ലേ? 10:30 മുതൽ 5 മണി വരെ. ഓ എന്തോ തീർന്നാ തോന്നുന്നു. നീ പറയടാ പറയ്. അങ്ങനെ പോവുകയാണ്. ഞങ്ങൾ പിരിയുകയാണ്. ഇനി അടുത്ത ആഴ്ച, അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം കണക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ പ്രീപ്ലാൻ ചെയ്യില്ല. ഞങ്ങൾ 1-2 മാസമായിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെ എനിക്ക് അറിയാതെ സംഭവിച്ചു പോയി. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു, ഭയങ്കര പ്ലാനൊക്കെ ആയിരുന്നു. ബൈ ബൈ. അപ്പോൾ ബൈ. ഇങ്ങനെ വിടവാങ്ങുക. ബൈ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ ബൈ. I'm an ocean of love, and you're scared of